ഓൺലി 7 days കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഇതുപോലെ നോർമൽ ഹെയർ ഒട്ടും ട്രിം ചെയ്യാതെ മൊട്ട അടിച്ചാൽ എങ്ങനെ ആയിരിക്കും എന്നുള്ളത് ആലോചിച്ച് ഇത് പ്രൊസീജിയർ ചെയ്യാതെ ഒരുപാട് പേര് നടക്കുന്നുണ്ട്. കാരണം സമയമാണല്ലോ ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്ത്. അത് ഒഴിവാക്കുന്ന കാര്യം വെച്ചിട്ട് എല്ലാവരും ഇങ്ങനെ ബാക്ക് പിടിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ ഉള്ളൊരു ഓപ്ഷനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ലോങ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ. ഇത് എപ്പോൾ വേണേലും ചെയ്യാം. ഈ സാധനം എടുത്ത് ഒഴിവാക്കാൻ പറ്റില്ല. ഒരു പക്ഷേ ഇത് ചെയ്ത് ബോറായി കഴിഞ്ഞാൽ അത് നോക്കി നിൽക്കാനും പറ്റും. അപ്പോൾ എപ്പോഴും ആ ഫേസ് മാറാത്ത രീതിയിൽ, എന്നാലോ ആ ബാൾഡ് എന്നുള്ള രീതിയിൽ ഫീൽ ചെയ്യാത്ത രീതിയിൽ നെസസിറ്റി ഫസ്റ്റ് സിറ്റിങ്ങിൽ ചെയ്ത് ഫ്യൂച്ചറിൽ വേണമെന്നുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ചെറിയ ചെറിയ ഫില്ലിങ് കൊടുക്കാവുന്നേ ഉള്ളൂ. അവിടെ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് മാർക്കിംഗ് ഈ ഒരു ഫ്രോണ്ടൽ ഏരിയയിൽ അത്യാവശ്യം നെറ്റി കയറിയിട്ടുണ്ട്. ഒരു ഗ്രേഡ് 2 എന്ന് പറയാം. അതുപോലെ ഈ വെർട്ടെക്സ് ഏരിയ യു ക്യാൻ ഫീൽ ദാറ്റ്. വെർട്ടെക്സ് ഞാൻ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് ഫ്ലാഷിങ് വന്നിട്ടുണ്ട്. ഒരു ടിപ്പിക്കൽ ബാൾഡായി വന്നിട്ടുണ്ട്. ആ ഡിസ്കളറേഷനും സ്കാൽപ്പും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 2 ഏരിയയാണ് നമ്മളിപ്പോൾ പ്രൊസീജിയർ ചെയ്യാൻ പോകുന്നത്. എവിടെയും ഡ്രിം ചെയ്യാതെ ആ ഗ്രാഫ്റ്റ് അതേ ലെങ്ത്തിൽ എടുത്തിട്ട് വി ആർ പ്ലേസിങ്. എപ്പോഴും ഡോണർ ഏരിയ സേഫ് ആയിട്ടുള്ളൊരു ഏരിയ തന്നെ എടുക്കണം. ഇതേ ഒരു ഏരിയയിൽ നിന്ന് ഇതേ ഒരു ലെങ്തി ഹെയർ നമ്മൾ എക്സ്ട്രാക്ഷൻ ചെയ്തിട്ട് ഇങ്ങോട്ട് പ്ലേസ് ചെയ്യണം. ഇതൊരു പ്രത്യേകത ഉണ്ട്. വിത്തൗട്ട് ഡ്രിമ്മിങ് ആണ് നമ്മൾ ഈ പ്രൊസീജിയർ ചെയ്യുന്നത്. സോ ക്ലീനിങ്, അതുപോലെ സ്റ്റെറൈൽ പാർട്ട്, ഈ സ്കാൽപ്പ് ക്ലീനിങ്, ഹെയർ ക്ലീനിങ് അതെല്ലാം പ്രോപ്പറായിട്ട് നോക്കിയിട്ട് മാത്രമേ ഈ പ്രൊസീജിയർ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഈ ഒരു ഡോണർ ഏരിയയിൽ ആ സേഫ് സോണിൽ സാധാരണ ലോക്കിൽ കൊടുക്കുന്നത് പോലെ ആ ഒരു ബ്ലോക്ക് ഈ ഡൗൺ ലൈനിൽ കൊടുക്കുക. എക്സ്ട്രാക്ഷൻ ഇതാണ് ഇതിലെ മെയിൻ ഹീറോ. കാരണം ഇതാണ് ലോങ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ. കാരണം ലോങ് ഹെയർ ആയിട്ട് എടുക്കുക എന്നുള്ളതാണ്. ബാക്കിയുള്ള എല്ലാ പ്രൊസീജിയറും സെയിം ആണ്. ബട്ട് ഇത് മാത്രമുള്ള ഇതിലൊരു ഡിഫറൻസ്. വി ആർ ജസ്റ്റ് പഞ്ചിങ്. ഡയറക്ഷൻ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഏരിയയിലേക്ക് ആ ഒരു സ്ലിറ്റിംഗ്, ഹെയറിൻ്റെ ഒരു ഡയറക്ഷൻ, ഡെപ്ത്, ലെങ്ത് എല്ലാം ഇതിലാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഇതാണ് ഈ പ്രൊസീജിയറിൻ്റെ റിസൾട്ട് എന്നുള്ളത് ജഡ്ജ് ചെയ്യേണ്ട ഒരു മെയിൻ പാർട്ട്. ലാസ്റ്റ് സ്റ്റെപ്പ് ഫില്ലിംഗ്. ആ ഒരു ഇംപ്ലാന്റേഷൻ കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്രൊസീജിയർ കഴിഞ്ഞ്, ഇംപ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി സ്ലിറ്റിംഗ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ ഗ്രാഫ്റ്റ് പ്ലേസ് ചെയ്യുക എന്നുള്ള പണി മാത്രമേ ഉള്ളൂ. അതിൽ പെയിനോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്യില്ല. അതും ഈ ലോങ് ഹെയർ. അങ്ങനെ 8 ദിവസം കഴിഞ്ഞ് ബാലയുടെ ഫൈനൽ ക്ലീനിങ്ങും കഴിഞ്ഞ് ആളിരിക്കുകയാണ്. ക്ലീനിങ് കാര്യങ്ങൾ സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് ഹീസ് ഫ്രഷ് നൗ. ഇന്ന് മുതൽ ഷാമ്പൂ ഇട്ട് എന്തും ചെയ്ത് നോർമൽ പേഴ്സണെ പോലെ പുള്ളിക്കാരന് നടക്കാൻ പറ്റും. പ്രൊസീജിയറിലെ ഏറ്റവും മെയിൻ പാർട്ട് എന്ന് പറഞ്ഞാൽ ഇതിലൊരു ഹീറോ എന്ന് പറയുന്നത് ഇതിൻ്റെ എക്സ്ട്രാക്ഷൻ ഏരിയ ആൻഡ് എക്സ്ട്രാക്ഷൻ പ്രൊസീജിയറാണ്. അതാണ് ഇത് ഈ ലോങ് ഹെയറിൽ ഏറ്റവും ഡിഫറൻസ് ആയിട്ടുള്ളതും. ഇല്ലെങ്കിൽ ഏതൊരു പ്രൊസീജിയറും ആർക്കും പോസിബിൾ അല്ലാത്തൊരു കാര്യമാണ് ഡ്രിം ചെയ്യാതെ ഈ ഒരു ഏരിയയിൽ നിന്ന് മുടിയെടുത്ത് ഇങ്ങോട്ട് വെക്കുക എന്നുള്ളത്. എവിടെയും ഒരു സ്പോട്ടി ഡ്രിം പോലും ചെയ്തിട്ടില്ല. ഈസ് ബാക്ക് ടു നോർമൽ. നമ്മൾ ഇവിടെ ഡ്രിം ചെയ്ത് ഷേവ് ചെയ്ത് ഈ പ്രൊസീജിയർ ചെയ്യുന്ന സമയത്ത് ഈ സ്ക്രീനിൽ കാണുന്ന പോലെ ഈ ഒരു പാട് ഇല്ലെങ്കിൽ ഈ ഒരു വിസിബിലിറ്റി കവർ ചെയ്യണമെങ്കിൽ മിനിമം ഒരു 1.5 മാസം എടുക്കും. ഒരു 2-3 മാസം എടുക്കും. നമ്മൾ മൊട്ടടിച്ച മുടിയെല്ലാം വന്ന് ഈ ലെങ്ത്തിലേക്ക് മുടി എത്താൻ മിനിമം ഒരു 5 months എങ്കിലും എടുക്കും. ആ 5 മാസം ബാല ലാഭിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിൽ. അതാണ് ഈ പ്രൊസീജിയർ. അതാണ് ഇതിലെ ഡിഫറൻസ്. യു ആർ ഹാപ്പി? Yeah, of course. Hello. So this is how I looks after 8th day. 10th പ്രൊസീജിയർ കഴിഞ്ഞിട്ടുള്ള ഫൈനൽ റിസൾട്ട് ഇതാണ്. ഇനിയിപ്പോൾ നാളെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന് മുതൽ എനിക്ക് എന്ത് വേണേൽ മുടിയിൽ ചെയ്യാം. ഐ ക്യാൻ കോം മൈ ഹെയർ, ഐ ക്യാൻ വാഷ് മൈ ഹെയർ, ഐ ക്യാൻ ടച്ച് മൈ ഹെയർ. നോർമലി നമ്മൾ ചെയ്യുമ്പോൾ നമുക്കറിയാം മുടി മൊട്ടടിക്കണം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് എടുക്കുമ്പോൾ പാച്ച് വരും. ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ആ പോർഷൻ, ഞാൻ പറഞ്ഞില്ലേ ഇവിടെ നിന്നാണ് എൻ്റെ എടുത്തത്, പക്ഷേ ഇവിടെ നമുക്കറിയില്ല ഇവിടെ മുടി എടുത്തെന്ന് പോലും അറിയുന്നില്ല. നോർമലി മറ്റേത് പറയുമ്പോൾ ഒരു 3 മാസം 4 മാസം കഴിഞ്ഞ് പിന്നെ ഒരു ഓൾമോസ്റ്റ് 8 months എടുക്കും ബാക്ക് ടു നോർമൽ ഒരു ഗ്രോത്തിലേക്ക് വരണമെങ്കിൽ. ഇതിപ്പോൾ വിത്തിൻ 8 days നമുക്ക് ബാക്ക് ടു നോർമൽ ലൈഫിലേക്ക് പോകാൻ പറ്റും. സോ അങ്ങനെ പെട്ടെന്ന് ഇമ്മീഡിയറ്റ് റിസൾട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ദേ ക്യാൻ ഓപ്റ്റ് ഫോർ ദിസ് ലോങ് ഹെയർ ട്രാൻസ്പ്ലാന്റ് ട്രീറ്റ്മെന്റ്. പിന്നെ ഡെഫിനറ്റ്ലി ഇതൊരു ടീം വർക്ക് തന്നെയായിരുന്നു. കാരണം ഡോക്ടർക്ക് നല്ലൊരു ടീമുണ്ട് ഇവിടെ. സോ താങ്ക് യു ക്യൂട്ടീസ് ഇന്റർനാഷണൽ. താങ്ക് യു.